കൊല്ലം കുണ്ടറയിൽ സൈലൻസറിൽ മാറ്റം വരുത്തി തീ തുപ്പുന്ന രീതിയിൽ കാർ ഓടിച്ചയാൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിച്ചതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സംഘം വാഹനം കണ്ടെത്തിയത്. കുണ്ടറ ഇളമ്പള്ളൂരിലെ ഒരു വിവാഹ ചടങ്ങിനിടെയാണ് സംഭവം. അപകടകരമായ രീതിയിൽ മോഡിഫൈ ചെയ്ത കാറിലായിരുന്നു ഈ അഭ്യാസ പ്രകടനം. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് സൈലൻസർ മാറ്റം വരുത്തി വലിയ തോതിൽ തീ പുറപ്പെടുവിക്കുന്ന സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത്. ആശങ്ക സൃഷ്ടിച്ച ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സംഘം അന്വേഷണം ആരംഭിച്ചു. എൻഫോഴ്സ്മെന്റ് RTO ദിലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനത്തെയും ഉടമയെയും തിരിച്ചറിഞ്ഞത്. വാഹനം ഉടൻ ഹാജരാക്കാമെന്ന് വീട്ടുകാർ ഉറപ്പു നൽകിയതായി അധികൃതർ അറിയിച്ചു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനും ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനും വേണ്ട നടപടികൾ ആരംഭിച്ചതായും RTO വ്യക്തമാക്കി. വാഹനം അവരുടെ വീടിന്റെ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ട്. അവരുടെ ബന്ധുക്കൾ തന്നെ വാഹനം സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. വാഹനം ഉടൻ കിട്ടും. ഒരുപക്ഷെ അവരത് മാറ്റിയിട്ട് കൊണ്ട് കാണിക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയായാലും നമുക്ക് കിട്ടിയാൽ മതി. കടുത്ത നിയമലംഘനമാണ്, അത് വെച്ച് ഉറപ്പിക്കാൻ കഴിയുന്നതല്ല. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നതായും അപകട സാധ്യതയുള്ള മോഡിഫിക്കേഷനുകൾക്കെതിരെ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ജനം, കൊല്ലം.